ഹലോ ഗായ്സ്, ഇത് എവിടെ പോയിക്കോ. ഹായ്, ഇപ്പോൾ സമയം 5:33. അതെ അതെ. ഫെബ്രുവരി അതിൻ്റെ ഭാഗമല്ല. ഫെബ്രുവരി 6 5:30 ആയി. ഫെബ്രുവരി 7 കിളി അഥവാ PV ഗായത്രിയുടെ ബർത്ത്ഡേ ആണ്. ഈ 5 വർഷത്തിൽ ആദ്യത്തെ ബർത്ത്ഡേ ആണ് നമുക്ക് അവളത് നമുക്ക് ഒരുമിച്ച് ആഘോഷം കിട്ടിയത്. ബാക്കി എല്ലാ ബർത്ത്ഡേക്കും അവളെ വീട്ടിലായിരിക്കും. അപ്പം എന്താ അപ്പം നമ്മൾ ഒരു ചെറിയ തോതിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളെല്ലാവരും കിടപ്പിലായി പോയതുകൊണ്ടും ഒന്നും നമ്മൾ വിചാരിച്ചത്ര ഗ്രാൻഡാക്കാൻ പറ്റിയില്ല. അപ്പോൾ കിട്ടിയ സമയത്ത് എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. നാളെയാണ് അവൾ എന്തായാലും വീട്ടിൽ പോകും. അപ്പോൾ നാളെ അവളെ കിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ പിന്നെ പൊതുവേ എല്ലാവരും ബർത്ത്ഡേയും നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ചെയ്യൽ. അപ്പം അതിലൊരു പുതുമയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചേഞ്ചിന് നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അച്യുതിനെ എന്തായാലും പറഞ്ഞു വിട്ടിട്ടുണ്ട് വണ്ടി എടുക്കാൻ. അച്യുത് വരണം, കേക്കുമായിട്ട് അവൻ വരും. കേക്കുമായിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ പോവാം. ഇപ്പൊ തൽക്കാലം ആ കേക്ക് മുറിക്കാന്നുള്ളൊരു പ്ലാനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ബാക്കി എല്ലാം പെട്ടെന്നായി പോയി. അതെ, ഒന്നിനും ഒരു സമയം കിട്ടില്ല. നമുക്ക് വയ്യണ്ടായി, നമ്മളെല്ലാവരും സൈഡായി, തൊണ്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്. പിന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞ് നമ്മളിപ്പോഴും കോളേജിലാണ്. നമ്മൾ ബാഗ് കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. റെക്കോർഡൊക്കെ കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. റെക്കോർഡ് തന്നു വിടാണ്ടാണ് നമ്മൾ റെക്കോർഡ് കൊണ്ടുവെക്കാൻ പോയത്. അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പം നോക്കാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലെറ്റ്സ് ഗോ, കം വാ. ആ PG പോവാം. ഓള് PGയിലാണുള്ളത്. കിളി PGയിലേക്ക് പോയി. നമുക്ക് റെക്കോർഡ് തരാണ്ട് അവള് പോയത്. റെക്കോർഡ് കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ട് എനിക്ക് റെക്കോർഡ് തന്നില്ല. റെക്കോർഡ് ഓള അതിലുള്ളത്. യെസ്, ഇതാണ് മുഖ്യ സൂത്രധാര ഗംഗ. കോളേജിൽ ഒരാൾക്കും കണ്ടുകൂടാത്ത വളരെ പേര് കേട്ടൊരു വ്യക്തിയാണ്. ഫോണിൽ 2% ചാർജ് ഉള്ളൂ. വേഗം പോയി കുത്തിയിട്ടാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ലെങ്കിൽ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. കറണ്ട് വന്നിട്ടില്ലല്ലോ. എടാ ആടെ കറണ്ട് ഉണ്ടോ? എന്നാ കുത്തിയിടണ്ട, പോട്ടെ. ശരി എന്നാ. അതിനുശേഷം ആ കേക്കുമായിട്ട് വന്ന് ആ കുട്ടീനെ ഒന്ന് സർപ്രൈസ് ആക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു. ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് കിളി. 100 കള്ളക്കഥ പറഞ്ഞ് അതിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറേ ചീത്തയും കേട്ട് വെറുപ്പിച്ചിട്ടാണ് അവിടെ അത്ര നേരം പിടിച്ചു വെച്ചത്. നെട്ടുന്ന വരുന്നില്ല. ഈ വണ്ടി വന്നപ്പോ നീ എന്താ പറഞ്ഞത്? ആദ്യം ഞാൻ സംതിങ് ഫിഷ്, അത് പിന്നെ ഓക്കെ അല്ല. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഇന്ന് ആരെന്ത് ഇത്ര നേരിട്ട് വരാതെ കണ്ടടാ. പിന്നെ അതെ, ഞാൻ ആ ദേഷ്യത്തില് വരുന്നത്. അതിലെടുക്കുന്ന അന്നെ സമാധാനിപ്പിക്കുന്നില്ല. ഞാൻ അവളെ തട്ടി ദേഷ്യം പിടിക്കുന്നു. ലാസ്റ്റ് ഈ അച്യുതെല്ലാം വരുമ്പോ അച്യുത നിന്നെ തെറി വിളിച്ചിനോള്. ഈ ഏതാ ചേട്ടൻ എടുത്ത് കല്ലെടുത്ത് എറിഞ്ഞാലോ? ഏതാ ചങ്ങായി അവന്റെ ഗ്ലാസ് പൊട്ടിച്ചാലോ? പിന്നെ നീ കാണരുതല്ലോ. ഞാൻ പറഞ്ഞു ഒറ്റ വിടല് വിട്ടോ, അവിടെ ബ്രേക്ക് വിട്ടരുത് വിട്ടോന്ന് പറഞ്ഞു. കാണൂല അല്ലെങ്കില് കാറ് കണ്ട തിരിച്ചറിയാത്തോണ്ട് പിന്നെ വിഷയമില്ല. കാറ് മനസ്സിലേക്കില്ലേ? മറ്റേ കാറാകത്ത് വന്നായിട്ടാ. എന്നിട്ട് മേലെത്തി ഇവിടെ നോക്കുമ്പോ ബൈക്കൊന്നും കാണുന്നില്ല. ഒരു കാറ് കണ്ടപ്പോ എന്നിട്ട് ഞാൻ ഈ ദിയനെ ചിലപ്പോ ഗേറ്റിനോട് ആക്കി കേക്ക് കൊണ്ടുവന്നു. കണ്ടപ്പോ ഞാൻ ഞെട്ടി. പക്ഷെ ഞെട്ടുക മുഖത്തൊന്നുമില്ല. കാരണം ഇപ്പോഴും ദേഷ്യത്തിലേക്ക് നിൽക്കുന്നുണ്ടെന്ന് എനിക്കൊന്നും. ഞാൻ എനിക്ക് ഫുള്ള് ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാ ദേഷ്യം പിടിച്ച് ഇതൊക്കെ തലയിൽ. ഇവരെന്റെ ചുറ്റിലും നിന്നിട്ട് കേക്കും കൊണ്ട് ആ മുറുക്കി മുറിക്കുന്നൊരു എനിക്കൊന്നും തലയിൽ എത്തുന്നുണ്ടെങ്കില് ഹാപ്പിയായ ഇനി
ഞങ്ങള് ഗ്യാപ്പ് ഇട്ടിട്ടില്ല. ഞാനൊന്ന് ആ ദേശത്തുനിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ടെൻഷൻ ആവണ്ട, ലേറ്റ് ആയാലും അമ്മമ്മേനോടെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി. കിളീന്റെ ബർത്ത്ഡേ ആണ്, കുറച്ച് ലേറ്റ് ആവും എന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങില്ല കേട്ടോ. നന്നായി ഞാൻ പറയട്ടെ. ഓക്കെ, എങ്ങടാ പോന്ന്? അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കല്യാണ ഓഡിറ്റോറിയം കണ്ടു. പിറന്നാളായിട്ട് അഡ്വഞ്ചർ ആയിട്ട് വിളിക്കാത്ത കല്യാണത്തിൽ കയറിയാലോ? ഉറപ്പാന്നോ? ഒരു വട്ടം 3 വട്ടം ചോദിക്കൂ, 3 വട്ടം ചോദിക്കൂ. ഒന്നാമത് നാട് നിറയെ വെള്ളം, കണ്ണൂർ പോയിട്ട് വെള്ളി പിടിച്ചിട്ട് പറയാതെ കല്യാണത്തിന് കൂടി പോയിട്ട് ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയുള്ള ഡ്രസ് ഇട്ടിട്ട് വരും. അങ്ങനെ ശരിയാട്ടോ. പക്ഷെ ഞാനൊക്കെയാണ്, ഞാനൊരു കല്യാണ വൈബ് ഡ്രസ്സിലാണല്ലോ. പക്ഷെ നമ്മളല്ല. അപ്പൊ പോണ്ടല്ലേ? ഇന്നത്തേക്ക് വേണ്ട, നാളെയാണ്. നാളെ അവിടെ കല്യാണം ഉണ്ടാവില്ല. വേണ്ട, വിട് വിട്. അപ്പൊ ഇപ്പൊ പോകുന്നില്ല? ഇപ്പൊ പോകുന്നില്ല, നമുക്ക് വേറൊരു സന്ദർഭത്തിൽ വേറൊരാളെ ബർത്ത്ഡേ. ബേപ്പൂര് ഇത്രയും സെറ്റപ്പായ വിവരം ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? എന്റെ ഫോൺ എന്റെ കയ്യിലാണ്. ഈ വ്ളോഗ് എടുക്കുന്നത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗൈസ്, നമ്മൾ ബേപ്പൂർ ബീച്ചിലെത്തി. എവിടെ ബർത്ത്ഡേക്കാരി? എവിടെ ബർത്ത്ഡേക്കാരി? ബർത്ത്ഡേക്കാരി തിരി. ഗൈസ്, വേറൊരു ടീം നമ്മളെ പുറകിലുണ്ടായിരുന്നു. അവരിതുവരെ എത്തിയിട്ടില്ലല്ലോ. അവരെവിടെ എത്തി ആർക്കും അറിയില്ല. ഒന്ന് ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്കുവോ? ലൊക്കേഷനോ? അന്ന് നമ്മൾ വന്ന സ്ഥലം കിളിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഫെബ്രുവരി 6. കുട്ടി, നാളെ നീ വീട്ടിൽ പോകുന്നോണ്ടാണ് ഇന്നത്തേക്ക് നമ്മൾ മാറ്റിയത് കേട്ടാ. വെരി ഹാപ്പി. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസത്തെയും പ്ലാൻ ആയതുകൊണ്ടാണ്. നീ പിന്നെയും കുഞ്ഞായി പോയാ? ഞാൻ എന്നോട് ബർത്ത്ഡേ എന്റെ ഇന്ന് രാത്രി 12 മണിക്കല്ലേ ബെഡ്, ഒന്ന് ഇൻസൾട്ട് ചെയ്യാണ്ട്. അല്ല, നിന്നെ പിടിച്ചോണ്ട് പോട്ടെ എന്ന് ചോദിച്ചാ കുട്ടീന്റെ അടുത്ത്. അതെന്നെ പിടിച്ചോണ്ട് പോണേ. ഞാൻ ഓടിച്ചിട്ട് പിടിച്ചേ. അടിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു ഗൈസ്, കണ്ണൂര് പോയി ഏതോ ഒരു കുട്ടീനെ പിടിച്ച കഥ പറഞ്ഞാണ്. ആ കുട്ടി ഇവളോട് പൊണിന്ന് പറഞ്ഞു, അപമാനിച്ചു വിട്ടാണ്. ഇമോഷണൽ ഡാമേജ് ആയിപ്പോ എന്റെ കളിക്ക്. എനിക്ക് തോന്നുന്നു അത് ചാലിയം ബീച്ചും ഇത് ബേപ്പൂർ ബീച്ചും ആണെന്ന്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ടീം എത്തി. എന്നിട്ട് നമ്മൾ അങ്ങറ്റം വരെ കുറച്ച് നടന്നു. ഏകദേശം കഴിയാറായപ്പോ ഇവിടെ സമ്മതിക്കില്ല. എന്താ ചൂണ്ടയിടുന്നു. ഒരു സെറ്റപ്പായിട്ട് തലയിൽ ടോർച്ചെല്ലാം വെച്ച ചൂണ്ടയിടും. നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നെങ്കിലും വേദു സുഖമില്ലാണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞു. അപ്പം വേദു ഈ വീഡിയോയിൽ നല്ല അന്നത്തെ ദിവസം നല്ല മിസ്സിങ് ആയിരുന്നു. എൻ്റെ ഇപ്പം സൗണ്ട് പോയ പോലെ ഓളെ ഒരു ഇറ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഓള് വീട്ടിൽ. അപ്പം അവള് ഈ വീഡിയോയിൽ നല്ല മിസ്സിങ് ആണ്. I am waiting for my നേവിക്കാരൻ കടലിന്റെ അറ്റത്ത്. എത്ര വരിക? This is how Kili's birthday went like. കടലിൽ പോലെ എനിക്ക് പേടിയാ. ഞാൻ തിരിഞ്ഞു പോലും അന്യ ഇത് കാണിക്കടേ, എന്റെ മുഖം ഒന്ന് കാണിക്ക്. എന്റെ മുഖം കാണുന്നുണ്ടോ? ഓക്കെ, ദിസ് ഈസ് ഹൗ ഒന്ന് മാറിനാ. ദിസ് ഈസ് ഹൗ കിളീസ് ബർത്ത്ഡേ ആയില്ല. ബർത്ത്ഡേ ആയില്ല. എത്ര സമയമുണ്ട്? ബർത്ത്ഡേ ആവാൻ കുറച്ച് സമയം. ഓ, ഇത് ജസ്റ്റ് 9:52, 2 മണിക്കൂർ കഴിഞ്ഞാലേ. ആക്ച്വലി ഇതാണ് സർപ്രൈസ്. ആണ് അവിടെ മുഖം കാണിക്കും. സർപ്രൈസ് ആയാലേ ഏർലി സർപ്രൈസ്. സർപ്രൈസ് ആയാലേ I am very happy. നമുക്ക് ആദ്യമായിട്ടാണ് ഇവളെ ബർത്ത്ഡേ ഇങ്ങനെ കിട്ടിയത്, കയ്യിൽ കിട്ടിയത്. അല്ലെങ്കിൽ ഒന്ന് കടി, അല്ലെങ്കിൽ വീട്ടിൽ പോക്ക്. അല്ല, അധികം ഇവിടെ വീട്ടിലാ പോക്ക്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവള് വീട്ടിലായിരുന്നു. പാസ്ത ഉണ്ടാക്കി കൊടുത്ത് ഒഴിവാക്കി കളഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. വൈറ്റ് സോസ് പാസ്ത ആക്കി തരാന്ന് പറഞ്ഞ ഞാൻ 2 വാ വെച്ച് അവള് ഒഴിവാക്കി. അതെ, അങ്ങനെ എല്ലാ പ്രാവശ്യം ഇവിടെ വീട്ടിലാണ്. ഇപ്രാവശ്യം വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഒരു കേക്ക് ഒക്കെ മുറിച്ച് ഒരു ഗുഡ് വൈബ്, ഗുഡ് വൈബ്സ്.
ഇനി എവിടെയെങ്കിലും ഫുഡ് കഴിച്ച് വീട്ടിൽ പോവാം. That's pretty much it, guys. ക്യാമറമാൻ വാണിയോടൊപ്പം പറയുന്നു എന്റെ കണ്ടന്റ് ഒന്നും തീരെ പോരാ, ഭയങ്കര മോശം കണ്ടന്റ് ആണെന്ന് പറയും. കണ്ടന്റ് അല്ല, നമ്മളൊരു വ്ളോഗല്ലേ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് അതിന് പറയാനുള്ളത്? അതിന് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ആക്ച്വലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഇത് എന്ത് തരം വ്ളോഗാണ്. നമ്മൾ ട്രാവൽ വ്ളോഗും അല്ല ചെയ്യാറ്, നമ്മൾ സ്റ്റൈലല്ല ചെയ്യാറ്, ഫുഡല്ല, ഒന്നുമില്ല. നമ്മളെല്ലാം കൂടി ഒരു മിക്സ് ആൻഡ് ബ്ലെൻഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ടോപ്പിക്ക് നമ്മളൊരു കണ്ടന്റാക്കി എടുക്കണം. ഇപ്പൊ ഇന്നത്തെ കണ്ടന്റ് നാളത്തെ കണ്ടന്റ് ചിലപ്പോൾ പോയപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതും എന്തെങ്കിലും ഒരു കണ്ടന്റ് മേക്കിങ്ങിന്റെ അതൊരു കരിയർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇല്ല, ആൾക്കാർ ചോദിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ നമ്മളുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അല്ലാണ്ട് ഇതിന്റെ കണ്ടന്റിന്റെ ഭംഗിയോ കണ്ടന്റിന്റെ ക്വാളിറ്റിയോ അതായത് ഇപ്പൊ 10 വർഷം കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ ഓക്കെ തീയാപ്പി പേടിയില്ല, തീയാപ്പി ഏടിയോ എത്തിക്കെട്ടില്ല എന്നെല്ലാം കാണുമ്പോൾ എന്നാലും എടുത്തു പട്ടി അതിന് വേണ്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത്. ഇത് ആർക്കെങ്കിലും കണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഒരു കാലത്തെക്കാൻ ഇത് 1K 2K അടിച്ച് ഇതിപ്പോ പബ്ലിക് ആക്കുന്നുണ്ടോ ഇതാ നാലാൾ കാണുന്നുണ്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അവരായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അഥവാ ഒരു 10 രൂപ കയ്യിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് ദിയാപ്പിനെ കോൺടാക്ട്. അത് നേരിട്ട് എന്റെ മൈ നമ്പർ അത് ഞാൻ പബ്ലിക് ഫുൾ പറയുന്നില്ല, കാരണം ഭയങ്കര സോറി ഗൈസ്, ഇവിടെ എത്തിയതും വന്നതും കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം വന്നപ്പോ മുതൽ ചാറ്റിങ്. ആരോടാ ആദ്യത്തെ ചാറ്റിങ്? നിനക്കില്ലല്ലോടാ അത്. കിളി അച്യുതിന് നിന്നാൻ വേണ്ടി ബാക്കി വെച്ചത് ഗൈസ്. സ്നേഹം. കിളി, യു ഹാപ്പി? ഉറക്ക വന്നിട്ട് എല്ലാവരും നോക്ക് ഇങ്ങനെയുള്ള ഇന്നത്തെ പരിപാടി യൂട്യൂബ് ഡിസ്ലൈക്ക് ബട്ടൺ തിരിച്ചു കൊണ്ടുവരണോ വേണ്ട? ഡിസ്ലൈക്ക് ബട്ടൺ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നില്ലേ? അതായത് എത്ര ഡിസ്ലൈക്ക് ഇട്ട് അത് ഓഫ് ആക്കി വെക്കുന്നില്ലേ കൗണ്ട്? കാണാൻ പറ്റില്ല. എങ്ങനെ സെറ്റപ്പാ? ഓക്കെ, ഇന്നത്തെ ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷെ ആ സബ്സ്ക്രൈബ് ബട്ടൺ വെറുതെ എല്ലാം അവിടെ വെച്ചത്. ഒന്ന് ക്ലിക്ക് ചെയ്യും, എന്ത് കാര്യങ്ങൾ കളിക്കും. അതുകൊണ്ടെല്ലാം പോവാനായി. പ്രത്യേക ശ്രദ്ധയ്ക്ക് വ്ളോഗറിന്റെ ശബ്ദം പോയിരിക്കുകയാണ്. ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സൗണ്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് എല്ലാം പോയി ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും കാതുകളിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. എൻ്റെ സ്റ്റോറേജ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഉള്ള സൗണ്ട് വെച്ച് ഞാൻ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ. ക്രിഞ്ചാവുന്നുണ്ടാണ് പന്നി. ചെവി വൃത്തികെട്ട സൗണ്ടും കൊണ്ടത് പറയല്ലേ. ഇതിന്റെ വീട് പറഞ്ഞാൽ തന്നെ ഇവളെ അന്തിമ ദിവസമായിരിക്കൂട്ടാ. എന്റെ വായിലിട്ട കുത്തും ഞാൻ. താങ്ക്സ്. ബൈ. നേരത്തെ പിടിച്ച് വലിച്ചതിന് നിങ്ങൾ കിട്ടണ്ടാണ്. ഒരാൾ സംഭവം